നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. കരിമായ്ക്കാൻ സുപ്രീം ശ്രമം. കൽക്കരി കേസിൽ മൻമോഹൻ സിംഗ് സുപ്രീം കോടതിയിലേക്ക്. മുൻ പ്രധാനമന്ത്രിയുടെ ഹർജി കേസിൽ തന്നെ പ്രതി ചേർത്തുന്ന കീഴ്ക്കോടതി നടപടിക്കെതിരെ. കേസിൽ മൻമോഹൻ സിംഗിന് പുറമെ കൽക്കരി വകുപ്പ് മുൻ സെക്രട്ടറി PC പരേഖ്, ബിർല ഗ്രൂപ്പ് ഉടമ കുമാരമംഗലം ബിർല എന്നിവരെയും പ്രതി ചേർത്തത് CBI പ്രത്യേക കോടതി. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട മൻമോഹൻ സിംഗ് കോടതിയിൽ ഏപ്രിൽ 8-ന് നേരിട്ട് ഹാജരാകാനും പ്രത്യേക കോടതി ഉത്തരവ്. മൻമോഹൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഈ ഉത്തരവ് റദ്ദാക്കാൻ. ഹിൻഡാൽകോ ഗ്രൂപ്പിന് ഒഡീഷയിൽ അനധികൃതമായി കൽക്കരിപ്പാടം അനുവദിച്ച കേസിന്റെ പിറവി മൻമോഹൻ കൽക്കരി മന്ത്രാലയത്തിന്റെ കൂടി ചുമതല വഹിച്ചിരുന്നപ്പോൾ കേസിൽ ഹിൻഡാൽകോയിലെ 2 ഉന്നത ഉദ്യോഗസ്ഥരും പ്രതികൾ. വിഭാഗീയതയുടെ ദുർഭൂതം. വിഭാഗീയത തുറന്നു സമ്മതിച്ച് CPI പാർട്ടി കോൺഗ്രസിന് പുതുച്ചേരിയിൽ തുടക്കം. രാഷ്ട്രീയ അഭിപ്രായങ്ങളല്ല, വ്യക്തി താൽപര്യങ്ങളാണ് വിഭാഗീയതയ്ക്ക് പിന്നിലെന്നും പ്രവർത്തന റിപ്പോർട്ട്. തിരുവനന്തപുരത്തെ പേയ്മെന്റ് സീറ്റ് വിവാദത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശം. വിവാദം പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്ന് വിലയിരുത്തൽ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പ്രണബ് മുഖർജിയെ പിന്തുണച്ചത് തെറ്റ്. വിശാല ഇടതുപക്ഷ ഐക്യം നയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം. സമ്മേളനത്തിൽ ഇടതു പാർട്ടികളിൽ നിന്ന് പ്രതിനിധിയായി CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വയം ശക്തിയാർജിക്കണമെന്ന് കാരാട്ട്. കാടിറങ്ങുന്ന കടുവാപ്പേടി. വിവാദമാകാൻ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ പുതിയ മാർഗരേഖ. ഇരയാക്കുന്ന വളർത്തുമൃഗങ്ങളെ ഭക്ഷിക്കാൻ കടുവയെ അനുവദിക്കണം. കടുവയെ വിഷം കൊടുത്ത് കൊല്ലുന്നത് തടയണമെന്നും നിർദ്ദേശം. കടുവകൾ നാട്ടിലിറങ്ങുന്നത് പഠിക്കാൻ പ്രത്യേക സമിതി. കടുവ ഇറങ്ങിയാൽ ജനകീയ പ്രതിഷേധം തടയാൻ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നും വിവാദ മാർഗരേഖ. അതോറിറ്റിയുടെ മാർഗരേഖ. പറമ്പിക്കുളം പെരിയാർ സംരക്ഷിത മേഖലയിൽ കടുവകൾ കുറയുന്ന പശ്ചാത്തലത്തിൽ ക്യാമറകൾ സ്ഥാപിച്ച് കടുവകളുടെ നീക്കം നിരീക്ഷിക്കാൻ ഫോറസ്റ്റ് ഗാർഡുമാർക്ക് നിർദ്ദേശം. കടുവകളുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടാൽ ഉടമയ്ക്ക് അതിവേഗം നഷ്ടപരിഹാരം നിർദ്ദേശിക്കുന്ന മാർഗരേഖ. കടുവാ സംരക്ഷണം മാത്രം ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വിമർശനം. സിഡ്നിയിൽ തീപാറും. ലോകകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ-ഓസ്ട്രേലിയ പോരാട്ടം. മത്സരം സിഡ്നിയിൽ ഇന്ത്യൻ സമയം രാവിലെ 9-ന്. പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ ഓസീസിനെതിരെ ഇന്ത്യയുടെ ആയുധം അശ്വിൻ ജഡേജ ബൌളിംഗ്. ബാറ്റിംഗിൽ വെടിക്കെട്ട് തീർക്കാൻ രോഹിത് ശർമ്മയും ശിഖർ ധവാനും. ഓസീസ് ബാറ്റിംഗ് നിരയിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തി ഗ്ലെൻ മാക്സ്വെൽ. ബൌളിംഗിൽ മിച്ചൽ സ്റ്റാർക്കും ജോഷ് ഹെയ്സൺവുഡും. ഫൈനൽ പോരാട്ടം ഞായറാഴ്ച മെൽബണിൽ രാവിലെ 9-ന്. ന്യൂസിലൻഡിന്റെ എതിരാളികളെ കാത്ത് ക്രിക്കറ്റ് ലോകം. ആത്മവിശ്വാസത്തിൽ ടീം ഇന്ത്യ. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.